നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിൽ നിന്നൊരു മെസ്സേജ് പുതിയ തലമുറയ്ക്ക് പോകണം. ഇവിടെ ഈ 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് സുഖമായിട്ട് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന കൃഷികളുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആ കൃഷിയിലേക്ക് ഇറങ്ങണം. കേരളത്തിന്റെ ഒരു വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും വെച്ച് പൊട്ടൻഷ്യലുള്ള ഉറ്റുപിടി മേഖലകളുണ്ട്. നോർമലി ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് ജീവിക്കാൻ 1 ലക്ഷം രൂപ കൂടുതൽ വേണ്ടല്ലോ ഒരു മാസം. ഒരിക്കലും വേണ്ട. ലോകത്തെല്ലായിടത്തും $1,000 ഒരു ജീവിത ചെലവ് എന്ന് പറയുന്നത്. അത് US-ലാണെങ്കിലും അതെ, ഇന്ത്യയിലാണെങ്കിലും അതെ. ഇത് സമ്പാദിക്കാൻ പറ്റിയാൽ അവർക്ക് ജീവിതം സഫീഷ്യന്റ്. അത് കേരളത്തിൽ പറ്റും ഭൂമിയുള്ളവർക്ക്. ഇന്ത്യയിലെ പർച്ചേസിംഗ് പവർ PPP എന്ന് പറയും, പർച്ചേസിംഗ് പാരിറ്റി വെച്ച് ഒരേ സേവനം US കിട്ടുന്ന അതേ സേവനം ഇന്ത്യയിൽ കിട്ടുമ്പോൾ ഈ $1,000 എന്ന് പറയുന്നിടത്ത് $600 നിൽക്കും. 6×8 $50,000 രൂപയിൽ ഇവിടെ ജീവിക്കുക ആ സ്റ്റാൻഡേർഡിൽ. $1,000 വിദേശത്ത് കിട്ടുന്ന ആളിന് സ്വന്തമായി ഡ്രൈവറെ കിട്ടിയില്ല, തുണി സ്വന്തമായിട്ട് അലക്കേണ്ടി വരും, മുറി തുടയ്ക്കാൻ ആളെ കിട്ടില്ല. ഇതെല്ലാം ഇവൻ ചെയ്യുകയും ഓൺ ദി കോൺട്രറി ഇവിടെ $600 കിട്ടുന്ന ആളിന് ഈ സൗകര്യങ്ങളെല്ലാം കിട്ടും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, 4 ഏക്കർ ഭൂമി കേരളത്തിലുള്ളപ്പോൾ UK പോയിട്ട് ജീവിക്കാൻ കഷ്ടപ്പെടുക, കൃഷി. അതിനകത്ത് അവർ ഫുള്ളി എൻഗേജ്ഡ്. ഈ അവിടെ പോകുന്ന ആളുകളുടെ ഈ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇവിടെ നിന്നുള്ള ആളുകളെ ഈയാമ്പാറ്റ പോലെ അങ്ങ് ആകർഷിക്കുക. എൻ്റെ ഇഷ്ടത്തിന് കൃഷി ചെയ്യരുത്. വാട്ട് ദി മാർക്കറ്റ് ഡിമാൻഡ്സ് അത് കൃഷി ചെയ്യണം. അത് കൃഷിഭവൻകാർ ആദ്യം ചെയ്യണം. വിലക്കുറവ് നിന്നിരുന്ന പല വിളകളും ഇപ്പോൾ അടയ്ക്ക മുകളിലാണ്, ഏലം മുകളിലാണ്. ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത് 25 വർഷമായിട്ട് ജാതിക്ക താഴെയാന്ന് പറയുന്നത്. ഈ 3 വർഷത്തിനുള്ളിൽ ടേക്ക് ഇറ്റ് ഫ്രം മീ, ജാതിക്ക വില മേലോട്ട് പോകും. എൻ്റെ മോനടക്കമുള്ളവർ കൃഷിയിലേക്ക് താല്പര്യപ്പെട്ടു വരിക. IT പ്രൊഫഷണലാണ്. കാരണം അവനറിയാം ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻകവും എക്സ്പോഷറും. 2 കാര്യമുണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, പിന്നെ ഫ്രീഡം. എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അവിടെ കിടന്ന് ഉറങ്ങും. ഇതിനകത്ത് ഒരു ടെൻഷനും ഇല്ലെന്ന്. ചെടി നമ്മളെ വഴക്കൊന്നും പറയല്ല. ഇത് വെള്ളം കുറഞ്ഞു പോയെന്നർത്ഥം ഒരു പ്രശ്നമില്ല. എൻ്റെ ഇഷ്ടത്തിനുള്ള ഫുഡ്. എനിക്ക് ഇൻകം ടാക്സുകാരെ പേടിക്കണ്ട. കൃഷിയിൽ മാത്രം ഇൻകം ടാക്സിന് ഒരു ഹെഡില്ല. അഗ്രികൾച്ചർ ഇൻകം 1 കോടി രൂപ വന്നാൽ പോലും ഇൻകം ടാക്സ് തരില്ല. മകന്റെ വൈഫ് ഡെന്റിസ്റ്റ് ആണ്, ഓൺ ഡെന്റൽ ക്ലിനിക്കാ. അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കൃഷി കിട്ടും. എത്രയോ ഡോക്ടർമാർ പ്രൊഫഷണലിനെ മാറ്റി പിടിച്ചിട്ട്. ഡോക്ടർ ജോണി കണ്ണമ്പള്ളി, ഡയബറ്റോളജിസ്റ്റ് ലേക്ക് ഷോറിലെ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. നല്ലപോലെ റംബുട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് ഈ അവരുടെ ടെൻഷൻ ഫ്രീ ആക്കാൻ ഇതിൽ പല ഒരു പരിപാടി, മൈഗ്രേഷൻ എക്കോണമി ആണ് ഇപ്പം നടക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു പീക്ക് എത്തിയേക്കുക. ഇനി അടുത്തത് എന്താണെന്നറിയാം, റിവേഴ്സ് മൈഗ്രേഷൻ. ഇവിടെയാണ് കാർഷിക മേഖലയുടെ പ്രത്യേകത. ഇതെന്നാ ചേട്ടാ സംഭവം? ഇത് കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അതായത് KIDC കിടക്കെന്ന് പറയുന്ന മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണിത്. ഇത് എന്ത് ചെലവ് വന്നതാ? ഇല്ല, ഇത് ഗവൺമെന്റ് ഓഫ് കേരളയുടെയാണ്. ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യും. ഇതൊന്നും ആരും അറിയുന്നില്ല. കേരളത്തിൽ ഇങ്ങനെ സംഭവം ആരും അറിയുന്നില്ല. 1 രൂപ നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല. ഈ കൃഷിഭവനിൽ പോയാൽ അവര് പറഞ്ഞു തരും. അവർക്കറിയില്ല, അതാണ് ചോദിക്കുന്നത്. അപ്പൊ അവരറിഞ്ഞിരിക്കേണ്ടതല്ല ഇതാ. ഇതെല്ലാം PSC അപ്പോയിന്റ്മെന്റിൽ ഇവർ സേഫായി ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് ആവശ്യത്തിനെല്ലാം കിട്ടുന്നു. അവർ ഹാപ്പിയാണ്. അവനവനിസത്തിലേക്ക് പോവുകയാണ്. ഞാൻ MC സാജു, സ്ഥലം തിരുമാറാടി, കൂത്താട്ടോളത്തിനടുത്താണ്. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നു, ആസ്വദിച്ച് തന്നെ ചെയ്യുന്നു. കാർഷിക വൃത്തി കൊണ്ടുള്ള ലാഭം കൊണ്ട് തന്നെ മുന്നോട്ട് ജീവിക്കുന്ന കുടുംബമാണ് ഞങ്ങളുടെ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറയ്ക്ക് കൃഷിയോടൊരു ആഭിമുഖ്യക്കുറവുണ്ട്. അതിൻ്റെ കാരണം മറ്റ് ഓപ്ഷൻസ് കൂടുതലായി തോന്നിയതുകൊണ്ടാണ്. പക്ഷെ കൃഷി നഷ്ടം എന്ന് പറയുന്നിടത്ത് കൃഷി ലാഭകരമാണ്. ശരിയായ രീതിയിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇൻവോൾവ്മെൻറ്റും ഉണ്ടെങ്കിൽ എല്ലാ ആളുകളും വിദേശത്തേക്ക് മക്കളെ അയക്കാനുള്ള ഒരു ശ്രമമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതിൻ്റെ ട്രെൻഡ് ഏകദേശം തീർന്നു. ഇവിടെ നാട്ടിൽ തന്നെ യുവതലമുറയ്ക്ക് വലിയ അവസരങ്ങൾ കാർഷിക രംഗത്തുണ്ട്. അങ്ങനെ അതിന് പറ്റുന്ന പുതിയ വിളകൾ വന്നിട്ടുണ്ട്. ആ വിളകൾ വേണ്ട രീതിയിൽ കൃഷി ചെയ്താൽ കൃഷി ഒരു ആദായകരമായ ജീവനോപാധിയായി മാറും. പലർക്കും അത് മാറിയിട്ടുണ്ട്. എൻ്റെ മക്കളെ അടക്കം ഞാൻ കൃഷിയിൽ ഇവിടെ താല്പര്യത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് കൃഷിയെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു ആദായ മാർഗമായി കണ്ട് ആ രീതിയിൽ
കൃഷി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇവിടെ എല്ലാ കൃഷികളും ഉണ്ട്. 1980 തുടങ്ങി ഞാൻ കൃഷിയിൽ ഇൻവോൾവ് ആവേണ്ട ഒരു സാഹചര്യത്തിൽ ഇൻവോൾവാണ്. ഇതിനിടയ്ക്ക് മറ്റു ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 60കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിക്കാരുടെ ഒരു സമ്പന്ന കാലമായിരുന്നു. വൈക്കോലും തുറവും തൊഴുത്തുമായിരുന്നു സമ്പന്നതയുടെ അടയാളം. അത് കഴിഞ്ഞിട്ട് 90കളിൽ വന്നപ്പോൾ റബ്ബർ ഷീറ്റ് എത്രയുണ്ടോ എന്നുള്ളതാണ് അവൻ്റെ വെയിറ്റ് കാണിക്കുന്നത്. റബ്ബറാണ് ലീഡർ. അപ്പോൾ 90കളിൽ അങ്ങ് പോയി ഈ 2010 കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂമി കമ്മോഡിറ്റി ആയി, ചരക്കായി. അപ്പോൾ മുറിച്ചു വിൽപ്പന തുടങ്ങി. അവിടെ അതാണ് കമ്മോഡിറ്റിയുടെ പ്രത്യേകത, മുറിച്ച് വിൽക്കാം. അപ്പോൾ മുറിച്ച് വിറ്റ് അങ്ങനെ 2010 കഴിഞ്ഞ് 2020ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൈഗ്രേഷൻ എക്കോണമിയുടെ ഇത് ഈ മൈഗ്രേഷൻ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിദ്യാഭ്യാസം തേടി എഡ്യൂക്കേഷണൽ മൈഗ്രേഷൻ, വിദ്യാഭ്യാസം എന്ന പേര് പറഞ്ഞിട്ട് മൈഗ്രേഷൻ എക്കോണമി ആണ് ഇപ്പം നടക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു പീക്ക് എത്തിയേക്കുക. മൈഗ്രേഷൻ കണ്ടമാനം. ഇനി അടുത്തത് എന്നാന്നറിയാം, റിവേഴ്സ് മൈഗ്രേഷൻ. ഇവിടെയാണ് ഈ കാർഷിക മേഖലയുടെ പ്രത്യേകത. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ആ ആള് 4 ഏക്കർ ഭൂമി കേരളത്തിലുള്ളപ്പം ആ ആള് UK പോയിട്ട് ജീവിക്കാൻ കഷ്ടപ്പെടുക. 4 ഏക്കർ ഭൂമി കേരളത്തിലുള്ളപ്പോൾ പുള്ളി UK പോയി കഷ്ടപ്പെടുക. പക്ഷെ ഈ 4 ഏക്കർ ഭൂമി ശരിയായ രീതിയിൽ, അതായത് ഇൻവെസ്റ്റ്മെന്റും ഇൻവോൾവ്മെന്റും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കൃഷി വിജയിക്കുള്ളൂ. മനസ്സിലായില്ല, ഒന്നുകൂടെ വ്യക്തമായിട്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 4 ഏക്കർ ഭൂമിയെ അതിൻ്റെതായ രീതിയിൽ ചിട്ടപ്പെടുത്തി ജലസേചന സൗകര്യത്തോട് കൂടിയിട്ട് ചിട്ടപ്പെടുത്തി എടുത്താൽ ഈ 4 ഏക്കർ ഭൂമിക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്. 2 പിന്നെ അതിൻ്റെ ഇൻവോൾവ്മെന്റ്. ഇപ്പം ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ രാവിലെ നവീൻ ഇവിടെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇറിഗേഷൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ ഡെയിലി ഇപ്പോൾ ഓരോ മരം എന്താ ചെയ്യണമെന്ന് നമ്മളുടെ ഒരു അല്ലാതെ വിശ്രമ കൃഷിയായിരുന്നു റബ്ബർ. നമുക്കിങ്ങനെ അനങ്ങാതിരുന്നാൽ മതി, അവൻ വെട്ടും, നമുക്ക് പോച്ച് ഷീറ്റം കൊടുത്താൽ മതി. ആ കാലം കഴിഞ്ഞു. ഇനിയുള്ളത് ഈ രീതിയില്ല. ഇപ്പം ലോകം മുഴുവൻ അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നവർക്കാണ് ഇപ്പൊ കൃഷി വിജയം. സാർ പറഞ്ഞപ്പം അതായത് പുള്ളി 4 ഏക്കറുള്ള ഒരു പുള്ളി UK കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു പറഞ്ഞു. അത് ഇവിടെ ഈ 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് സുഖമായിട്ട് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന കൃഷികളുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആ കൃഷിയിലേക്ക് ഇറങ്ങണം. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോക്കിയാൽ കാണാൻ കൃത്യമായിട്ട് ഏത് മേഖലയിലാണ് ഇപ്പൊ ഇവിടെ ഈ ഫ്ലറീഷിങ് നടക്കുന്നതെന്ന്. കേരളത്തിൽ ഇപ്പം കടമുറികൾ പണിതിട്ടാൽ പോകുകയില്ല. പണ്ട് അതൊരു വലിയൊരു ട്രെൻഡായിരുന്നു. കടമുറികൾ പണിതിട്ടാ പോകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അവിടെ അങ്ങനെ പറ്റില്ല. അപ്പൊ കോർപ്പറേറ്റുകളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ കോർപ്പറേറ്റുകളുടെ കയ്യിലിരിക്കുന്ന ബിസിനസ്സുകളെ മുന്നോട്ട് പോകുള്ളൂ. അവൻ ആ UK കിടന്ന കഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം അവൻ ഈ ലാൻഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സാർ പ്രതീക്ഷിക്കുന്നത്. ഒരു സംശയമില്ല. ഉദാഹരണം നമുക്ക് എത്ര വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരാൾ പറയുകയാണ് എനിക്ക് വെള്ളത്തിന്റെ സൗകര്യമില്ല. വെള്ളത്തിന്റെ സൗകര്യം ഇല്ലെന്ന് പറയുമ്പം വെള്ളത്തിന്റെ സൗകര്യമുള്ള ഇവന്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ 600 മീറ്റർ മാറി പാടോ വെള്ളമോ കാണും. അവിടുന്ന് ആ വെള്ളം ഈ സബ്മേഴ്സിബിൾ പൈപ്പിട്ട് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്താൽ മതി. അവന്റെ വെള്ളത്തിന്റെ പ്രശ്നം തീർന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വിള തിരഞ്ഞെടുക്കണം. പിന്നെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. തൈ സാർ കൊണ്ട് വെച്ചത് ഏകദേശം എന്ത് പ്രായമുള്ള തയ്യാ കൊണ്ട് വെച്ചത്? ഇത് തന്നാണ്ട് തയ്യാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചുമ്മാ ഈ 1 വർഷം 2 വർഷമായ തൈ ഒന്നും വെക്കരുത്. പ്രായം കൂടി തൈ വെറുതെ കളയാവുന്നേ ഉള്ളൂ. നിങ്ങൾ അതാത് വർഷത്തെ തന്നാണ്ട് തൈ, ആ വർഷത്തെ തൈ, അതിൽ പറ്റുമെങ്കിൽ തലത്തൈ എന്ന് പറഞ്ഞാൽ ആദ്യം മുള പൊട്ടി കൂടക്കകത്ത് പൊങ്ങി വന്ന തൈ, തലത്തൈ എടുത്ത് കൃഷി ചെയ്ത് പോവുക. കൃത്യമായിട്ട് ഒരു 2 കൊല്ലം പഴക്കം ചെന്ന പെട്ടെന്ന് ഒരു കാര്യമില്ല. 2 കൊല്ലം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം കടമൂപ്പനാ. അത് നമുക്ക് തലവേദന ആവുകയുള്ളൂ. അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടത്തില്ല. കടമൂപ്പൻ എന്ന് പറഞ്ഞാൽ അത് ഈ കടമൂപ്പൻ ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല. അതായത് ഈ വർഷം പോകാതെ നിൽക്കണ മുരടിപ്പുള്ള തൈയെല്ലാം കൂടെ ഇച്ചിരി വളമൊക്കെ കൂട്ടിയിട്ട് അടുത്ത വർഷത്തേക്ക് അവൻ ഒന്ന് പുഷ്ടിപ്പെടുത്തി നിർത്തും. അപ്പൊ നോക്കുമ്പോൾ എന്നാ കഴിഞ്ഞാൽ ഈ വർഷത്തെ തൈയുടെക്കാൾ ഇച്ചിരി വലിപ്പമൊക്കെ കാണും. അത് അപ്പൊ അത് പിന്നെ 1 വർഷം കഴിയുമ്പോൾ അവൻ തനി കടമൂപ്പനാവും. ആ നഴ്സറിയിൽ ഏറ്റവും മൂപ്പനാണ്. അവനെ പിടിച്ചിട്ട് ഇത് ഫ്രഷാണ്, ഇതിപ്പോ അങ്ങ് വെച്ചാൽ പിറ്റേ വർഷം കായ്ക്കുമെന്ന് പറയും. ശരിക്കും ഈ സാധനം 3 കൊല്ലമായിട്ട് ആ കടയിൽ ഇരിക്കുന്നത്. അതായത് ഈ നിന്ന നിപ്പില് ഇപ്പൊ ഈ പറഞ്ഞില്ലേ കടമൂപ്പം കൊണ്ടുവച്ച് റംബുട്ടാൻ കൃഷി ഇറങ്ങിയിട്ട് കാര്യമില്ല. അതിന് ഏത് വിളയാണ് അതിൻ്റെതായ താമസം. എന്ത് കൃഷിയിലും ഒരു 4-5 വർഷമാണ് അതിന്റെ ഒരു മുതൽ ഉൽപ്പന്നം വരെയുള്ള കാലഘട്ടം. അതിനുള്ള ക്ഷമ ഉണ്ടായേച്ചാൽ മതി. ഇപ്പൊ പലരും പറഞ്ഞു വിളകൾ ഓരോന്നിനും വില കുറയോ. വില കുറഞ്ഞ വിളകൾ നമ്മൾ എടുത്തു നോക്കുക. എന്നാൽ വിലക്കുറവ് നിന്നിരുന്ന പല വിളകളും ഇപ്പൊ അടയ്ക്ക മുകളിലാണ്, ഏലം മുകളിലാണ്. ഇനിയിപ്പോ എല്ലാവരും പറയുന്നത് 25 വർഷമായിട്ട് ജാതിക്ക താഴെയാന്ന് പറയുന്നത്. പക്ഷെ ജാതിക്ക ഈ 3 വർഷത്തിനുള്ളിൽ
ടേക്ക് ഇറ്റ് ഫ്രം മീ, ജാതിക്ക വില മേലോട്ട് പോകും, കയറിപ്പോവും. കാപ്പിക്കുരുവിന് ഇപ്പൊ നല്ല വിലയായി. അപ്പൊ എല്ലാ ഇതിനും ഉണ്ട്. ഇതെന്നാന്ന് വെച്ചാൽ ഇത് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ ഈ കാലാവസ്ഥാ വൈവിധ്യം വെച്ച് 14 ജില്ലയിൽ 14 കാലാവസ്ഥയാണ്. അതിനനുസരിച്ചുള്ള വിള നമ്മൾ നന്നായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും കൃഷിക്കാർക്ക് ഭയങ്കര പൊട്ടൻഷ്യലാണ്. ഉണ്ട്. ഇപ്പൊ നമ്മളൊരു കാര്യം, പ്രാദേശിക വിപണികൾ വികസിച്ചപ്പോൾ ഉൽപ്പന്നങ്ങൾ, അതായത് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കടമാനം തള്ളിച്ചെല്ലുക. പാളയംകുടം വിലക്ക് ആക്കി 10 രൂപ വില, ഞാലിപ്പൂവൻ 12 രൂപ 18 രൂപ. എന്തുകൊണ്ടാ? എല്ലാ വീട്ടിലും കൃഷി ഉണ്ടെന്നേ. അത് ഡേ ടു ഡേ അത് കൺസ്യൂം ചെയ്ത് പോകുന്നതിന് പരിമിതികളുണ്ട്. സ്വാഭാവികമായിട്ടും വിലക്കുറവ് വരുന്നു. അത് ഈ സാധാരണ കൃഷികളാണ്. ബാക്കി കൃഷികൾ, അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട കൃഷികൾക്ക് നല്ല വില ആളുകൾക്ക് കിട്ടുന്നുണ്ട്. കേരളം ബാക്കിയുള്ളതിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വേറൊരു എക്കോണമിയാണ് അത് ചലിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ വിൽക്കപ്പെടുന്ന AC-കളുടെ എണ്ണം ഏത് സാധാരണക്കാരൻ്റെ അടുത്ത് ഇല്ലാത്തത്. അപ്പൊ അവർക്ക് അവിടെ എന്തോ ഒരു പർച്ചേസിംഗ് പവർ ഉണ്ടല്ലോ. അത് മുഴുവൻ വിദേശ പണമൊന്നും അല്ലാതെയും പണം വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇത് കൺസ്യൂം ചെയ്യാൻ ഇപ്പൊ ഫ്രൂട്ട്സ്, ഇപ്പൊ പണ്ടത്തെ അത്ര ഡ്രാഗൺ ഫ്രൂട്ടിന് ഇപ്പൊ ലോക്കൽ കടകളിൽ നിന്ന് ഡിമാൻഡ് വരുന്നുണ്ട്, കൊടുക്കാൻ പറ്റാത്തത് കുഴപ്പമേ ഉള്ളൂ. അപ്പം ഇവിടെ അത് കൺസ്യൂം ചെയ്യുന്ന ഒരു സമൂഹം വളരുന്നുണ്ടെന്ന് അത് നമ്മൾ കണ്ടില്ലെന്ന് എടുക്കുന്നത്. യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ആളുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് സ്പൈസസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിറപറയും ബ്രാഹ്മിൻസും ഒക്കെ മൾട്ടിനാഷണൽ കമ്പനികൾ ഏറ്റെടുത്ത് വിദേശത്ത് ഈ സാധനം വിൽക്കുന്നത്. അപ്പൊ കൺസംഷൻ ഈസ് ഗോയിങ് ഓൺ. ആളുകളെ പോകുന്നുള്ളൂ, ഉൽപാദനം ഇവിടുത്തെ പോകണ്ടേ. അങ്ങനെ ഉണ്ടെന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ സ്റ്റഡി ആയിട്ടൊരു പ്രൈസ് പോകും. പ്രൈസ് അപ്പം ഈ സ്പൈസസിൽ നമ്മളുടെ ഒരു ഭയങ്കര ഫ്യൂച്ചർ ഉണ്ട്, ഫ്രൂട്ട്സിൽ ഫ്യൂച്ചർ ഉണ്ട്. നമ്മൾ ഈ റബ്ബറിന്റെ ആ ഒരു സുഖശീതളിമയിൽ നിന്ന് ഇറങ്ങി മാറിയേ പറ്റുള്ളൂ. മാറും അല്ലെങ്കിൽ നമ്മളെ മാറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിൽ നിന്നൊരു മെസ്സേജ് പുതിയ തലമുറയ്ക്ക് പോകണം. ഈ കേരളത്തിന്റെ ഒരു വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും വെച്ച് പൊട്ടൻഷ്യലുള്ള ഒരുപിടി മേഖലകളുണ്ട്. ഇവിടെ തന്നെ ധാരാളമായിട്ട് നോർമലി ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് ജീവിക്കാൻ 1 ലക്ഷം രൂപ കൂടുതൽ വേണ്ടല്ലോ ഒരു മാസം. ഒരിക്കലും വേണ്ട. ഈ 1 ലക്ഷം കൂടുതലല്ല. അതായത് ലോകത്തെല്ലായിടത്തും $1,000 ആണ് ഒരു ജീവിത ചെലവ് എന്ന് പറയുന്നത്. അത് US-ലാണെങ്കിലും അതെ, ഗൾഫിലാണെങ്കിലും അതെ, ഇന്ത്യയിലാണെങ്കിലും അതെ. അപ്പൊ നമ്മൾ 90 രൂപ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ 90,000 രൂപ. അത് ഒരു 20% പ്ലസ് ഓർ മൈനസ് വരാം. പക്ഷെ ഇന്ത്യയിലെ പർച്ചേസിംഗ് പവർ, PPP എന്ന് പറയും, പർച്ചേസിംഗ് പാരിറ്റി വെച്ച് ഒരേ സേവനം US കിട്ടുന്ന അതേ സേവനം ഇന്ത്യയിൽ കിട്ടുമ്പോൾ ഈ $1,000 എന്ന് പറയുന്നിടത്ത് ഒരു $600 നിൽക്കും, വരും. കാരണം ഇവിടുത്തെ പർച്ചേസ് പവർ പാരിറ്റി അതിനകത്ത് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പെട്രോളിനടക്കം എല്ലാത്തിനും ഇവിടെ വരുന്ന ചിലവ് വെച്ച് കൂട്ടുമ്പോൾ, വിദ്യാഭ്യാസ ചിലവ്, ആശുപത്രി ചിലവ് എല്ലാം നമ്മൾ കൂട്ടുമ്പോൾ 40% കണ്ട് താഴോട്ട് പോകും. അപ്പോൾ 600, 6 8 48, 50,000 രൂപയിൽ ഇവിടെ ജീവിക്കുക ആ സ്റ്റാൻഡേർഡിൽ. $1,000 വിദേശത്ത് കിട്ടുന്ന ആളിന് സ്വന്തമായി ഡ്രൈവറെ കിട്ടിയല്ല, തുണി സ്വന്തമായിട്ട് അലക്കേണ്ടി വരും, മുറി തുടയ്ക്കാൻ ആളെ കിട്ടില്ല. ഇതെല്ലാം ഇവൻ ചെയ്യുകയും ഇവന് ബാലൻസ് വരുന്നില്ല. ഓൺ ദി കോൺട്രറി ഇവിടെ $1,000 കിട്ടുന്ന ആൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അതിന് ആനുപാതികമായ $600 കിട്ടുന്ന ആളിന് ഈ സൗകര്യങ്ങളെല്ലാം കിട്ടും. അപ്പൊ അതിന് പറ്റുന്ന ഒരു കാർഷിക വരുമാനം കിട്ടണം. അതിന് പറ്റുന്ന വിളകളിലേക്കും കാലാവസ്ഥാ വ്യതിയാന അനുഗ്രഹമായി വന്നിരിക്കുക. ഇപ്പൊ അതിനകത്ത് പെടുന്ന വിളകളിൽ ഒന്നാണ് ഈ പറഞ്ഞ റംബുട്ടാൻ. 1 ഏക്കർ സ്ഥലത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം 7 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് 1 ഏക്കർ സ്ഥലത്ത്. അപ്പൊ 2 ഏക്കറോ 3 ഏക്കറോ മതിയല്ലോ. ഉറപ്പായിട്ടും. അത് ഇനിയിപ്പോ ഇത് വില ഇച്ചിരി കുറഞ്ഞാൽ പോലും 7 എന്നുള്ളത് 50,000 രൂപ 1 ലക്ഷം രൂപ കുറേ 6 ആവുള്ളൂ. അപ്പം അങ്ങനെ ഒരു വലിയ സാധ്യതയുണ്ട്. അതുപോലെ ഒരുപിടി വിളകളുണ്ട്. അത് കേരളത്തിലെ സവിശേഷമായ കാലാവസ്ഥയിലും. ആന്ധ്രയിലുള്ളവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അവിടെ ചെയ്യാവുന്നത് ഹ്രസ്വകാല വിളകളേ ഉള്ളൂ. ഇതെല്ലാം ദീർഘകാല വിളകളാണെന്ന് ഓർക്കണം. കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ദീർഘകാല വിളകളെല്ലാം ചെയ്യാം. അപ്പം ഈ ആളുകളെല്ലാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ റിവേഴ്സ് മൈഗ്രേഷൻ വരുമെന്നേ. ഈ പോയവർക്കൊന്നും അവിടെ മെച്ചമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അതായത് നമ്മളിവിടെ ഞാൻ 5-6 ഏക്കർ സ്ഥലങ്ങള് ബാങ്കിൽ ലോൺ വെച്ചിട്ടാണ് ആൾക്കാര് കുറച്ചുകൂടി ജീവിതം മെച്ചപ്പെടുത്താനാന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ആ സ്ഥലത്ത് നല്ല രീതിക്ക് നമ്മൾ ഐഡിയാപരമായിട്ട് കൃഷി ചെയ്യുവാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഇവിടെ കിട്ടും. 5 ഏക്കർ ഭൂമിയുള്ള ഒരാൾക്ക് സുഖം ഒരു വർഷം അല്ല ഒരു മാസം ഒരു 1 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത് ലംസമായിട്ട് നമ്മൾ എടുത്താൽ മതി. മൊത്തമായിട്ട്
ആ രീതിയിലുള്ള കൃഷിയെ കണ്ടെത്തി ആ രീതിയിലുള്ള ഇൻവോൾവ് ചെയ്ത് കൃഷി ചെയ്താൽ മാത്രം മതി. പല രീതിയിലുള്ള കൃഷികൾ കൊണ്ടുവന്നാൽ നമുക്ക് ഈ പൈസ ഉണ്ടാക്കാൻ ഇവിടെ പറ്റും. ഒരു സംശയമില്ല. കഷ്ടപ്പെട്ട് വിദേശത്ത് പോയി ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് നെഗറ്റീവ് പറയും, അതല്ല. എൻ്റെ പ്രായോഗിക വശം ഏതെല്ലാം കൃഷികൾ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് വളരെ വൃത്തിയായിട്ടും മനസ്സിലാക്കി പഠിച്ച് ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. അതിനകത്ത് ഈ റംബുട്ടാൻ മാത്രമല്ല, റംബുട്ടാൻ പോലെ തന്നെ വ്യത്യസ്തമായ വേറെ വിളകളും ഉണ്ട്. നമുക്ക് പറ്റുന്നതെങ്കിൽ ചെയ്യാമല്ലോ, അവക്കാടെ ചെയ്യാം. അതല്ലെന്നില്ല ഇപ്പൊ നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞില്ലേ 40x40 സെൻട്രലിൽ നമുക്ക് ജാതി വെക്കാം. ഈ അങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ തെങ്ങിനൊക്കെ തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്ത് വില അല്ല, അങ്ങനെ എല്ലാ കൃഷികളും നമ്മൾ സമ്മിശ്രമായിട്ട് കൊണ്ടുപോയി കൃഷിയിൽ പൂർണ്ണതോതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻകത്തിലേക്ക് ഇത് വരും. ഇതിനകത്ത് ഈ കൃഷിക്കാരന്റെ ഗ്രാഫേ ഒരിക്കലും ഇങ്ങനെ പോകത്തില്ല, അത് ഇങ്ങനെ പോകത്തില്ല. അപ്പൊ ഇങ്ങനെ പോകാതിരിക്കുമ്പം എന്താ ഇങ്ങനെ വീഴുവില്ല, അതിങ്ങനെ ചെറുതായിട്ട് പോകുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, പെട്ടെന്ന് അത് നടപടിയില്ല. അതാണ് ഇതിനകത്തുള്ള ഒരേ ഒരു പ്രശ്നം. ചേട്ടാ, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി പേര് പുറത്തോട്ട് പോകുക, കേരളത്തിൽ ജീവിക്കാൻ സാഹചര്യമില്ല, ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താ അതിനെക്കുറിച്ച്? ഈ ഇപ്പം നടക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യം എന്നും പറഞ്ഞിട്ട് വിദേശത്തേക്ക് പോകുന്നു, അവിടെ സെറ്റിൽ ചെയ്യാവുന്നുള്ള ഒരു ധാരണയിലാണ് പോകുന്നത്. ഇവിടെ ഇത് ആദ്യം പോയൊരു 20 വർഷം മുമ്പ് പോയവർക്ക് വലിയ കുഴപ്പമില്ല, 10 വർഷം മുമ്പ് പോയവർക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ പോകുന്നവര് കടവും ലോണും എല്ലാം എടുത്ത്, അതായത് ഉള്ള സ്ഥലം പണയം വെച്ചിട്ടാണ് പോകുന്നത്. ഈ അവിടെ പോകുന്ന ആളുകളുടെ ഈ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇവിടെ നിന്നുള്ള ആളുകൾ ഈയാമ്പാറ്റ പോലെ അങ്ങ് ആകർഷിക്കുക. നമ്മുടെ നമ്മുടെ ആരുടെ ഇപ്പം നവീൻ്റെ അടക്കമുള്ള ആരുടെയെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മുടെ യഥാർത്ഥ മുഖം കാണിക്കുന്നില്ലല്ലോ, ഏറ്റവും വൃത്തിയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് ആണ് ഈ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. അത് ആ മൊമെന്റ് കഴിഞ്ഞാൽ അവൻ സാധാരണ ജീവിതത്തിൽ സാധാരണയിൽ കൂടുതൽ അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുക, അത്രയും പോലും കഷ്ടപ്പെടണ്ട. അപ്പൊ ഇവൻ ഈ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചാണ് ഈ അവിടെ കിടന്ന് ബലം പിടിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു കാര്യമില്ല, അവനവന് മാത്രമേ അവരവർക്ക് താല്പര്യമുള്ളൂ. ആ മറ്റുള്ളവർ പറയുന്നത് അവരവർക്ക് വേണ്ടി പറയുന്നത്, അതങ്ങ് വിട്ട് ആ ഒരു ഈഗോ കളഞ്ഞാൽ മതി. നമ്മുടെ ഒരു വളപ്രയോഗ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് ചാണക സ്ലറിയാ. ഇത് ചാണക സ്ലറി പമ്പ് ചെയ്യുന്നു. അപ്പൊ അതിങ്ങനെ ഓരോന്നിന്റെ ചവിട്ടില് നമ്മള് മാറ്റി ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഇൻവോൾവ്മെന്റ്. ഇതൊരു പണിക്കാരനൊന്നും വെച്ച് നടക്കുകയല്ല, അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പണിക്കാരനായിരിക്കണം. അപ്പൊ ഇപ്പൊ ചോദിച്ചില്ലേ ഈ എന്തുകൊണ്ട് ഈ ഗ്രോത്ത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു കാര്യം ആള് വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. അതിനകത്ത് നമ്മള് മടി വെക്കത്തില്ല. അപ്പൊ അവിടെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പെടാൻ പോകുന്നത്. എല്ലാ കൃഷിയും നമുക്ക് ചിലപ്പം സക്സസ് ആവണമെന്നില്ല. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയാൻ. കൃഷിയിൽ ഒരു പരാജയമാണോ ഈ കാണുന്നത്? ഈ ഡ്രാഗൺ ഫ്രൂട്ട് മുഴുവൻ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതെന്നാന്ന് പറയാം, ഇത് ഞാൻ കഴിയുന്നത്ര സത്യസന്ധമായിട്ട്, ഞാൻ ഒരു കൃഷിക്കാരൻ, എനിക്ക് മറ്റുദ്ദേശങ്ങളില്ലാത്തതുകൊണ്ട് പറയുന്നു. അതായത് എല്ലാ കൃഷിയും നമുക്ക് ചിലപ്പം വിജയിക്കത്തില്ല. വിജയിക്കുമെന്നാൽ എത്രമാത്രം ശ്രമിച്ചാലും ചില കൃഷികളിൽ പ്രശ്നങ്ങളുണ്ടാവും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം 3 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. 4-ാം വർഷം മുതൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരു കാങ്കറിന്റെ അസുഖം കണ്ടു. അതിനകത്ത് നമ്മൾ ചെയ്യാവുന്ന എല്ലാ കൃഷികളും എല്ലാ മരുന്നുകളും ചെയ്തു, അറിയാവുന്ന മരുന്നുകളും അറിയാൻ മേലാത്ത മരുന്നുകളും എല്ലാം ചെയ്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ചോദിച്ചു. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണുമായിട്ട് ഇത് പൊരുത്തപ്പെടുന്നില്ല. അത് വെറൈറ്റിയുടെ, ഞാൻ മലേഷ്യൻ റെഡാണ് ഇത് മുഴുവൻ, അമേരിക്കൻ ബ്യൂട്ടി കൊണ്ടൊന്ന് ചെയ്ത് നോക്കി, രക്ഷയില്ല. അപ്പൊ എന്നാ വെച്ചാൽ പിന്നെ നമ്മൾ പ്രകൃതിയായിട്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ മനസ്സുകൊണ്ട് കൃഷി അങ്ങ് മാറാന്ന് വെച്ചു. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി മാറാന്ന് വെച്ച് ഇതിവിടെ നിലനിർത്തിക്കൊണ്ട് ഞാനിപ്പം അടയ്ക്കാമരവും ജാതിയായിട്ട് ഇതിനെ മിക്സ് ചെയ്യാൻ പോവാ. പോസ്റ്റിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അത് മാത്രമേ ഉള്ളൂ. അത് ഏതായാലും 2 വർഷത്തോടെ നോക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കേരളത്തിൽ ഒരു പരാജയം ആയിക്കൊണ്ടിരിക്കും. സത്യമായിട്ടും അതെ. ഒത്തിരി ആളുകള് ഇതിനകത്ത് പണ്ട് നമ്മൾ ഒത്തിരി ഹൈപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വിജയകരമായിട്ട് പറഞ്ഞ പലർക്കും ഞാനടക്കം അതിനകത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ കൺട്രോളിൽ ഇത് നിൽക്കില്ല. അതായത് അറിയപ്പെടുന്ന മരുന്നുകൾ മുഴുവൻ ചെയ്തു, പക്ഷേ ഇത് അങ്ങ് വിജയത്തിലേക്ക് വരില്ല. ഇതെന്നാ ചേട്ടാ സംഭവം?
ഇത് ശരിക്കും കേരളത്തിൽ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അതായത് KIDC കിടുക്കെന്ന് പറയുന്ന കിടുക്ക അവരുടെ KIDCയുടെ ഒരു മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റാണിത്. ഇത് കേരളത്തിലെ 5-6 പഞ്ചായത്തുകളിലാണ് ഉള്ളത്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ട്. അവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് വരും. അതെ, സർക്കാരിന്റെ തന്നെ, ഗവൺമെന്റിന്റെ തന്നെ. അവരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ജെയിൻ ഇറിഗേഷൻകാരാണ് ഇതിന്റെ ഇൻസ്റ്റലേഷൻ. ഇതിനകത്ത് തന്നെ സോളിനോട് സ്വിച്ചാണ്, വാൽവുണ്ട്. ഇത് നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാം. അതായത് ഇതിനൊക്കെ ഈ ചെടിയുടെ ചുവട്ടിൽ മോയ്സ്ചർ കുറഞ്ഞാൽ അന്നേരം ഇതിന് ഇത് ഓണാവും ഓട്ടോമാറ്റിക്കലി. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ആയിട്ട് അത് അതിനൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിൽ കൂടി അത് ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ എന്തൊരു ചെടികളൊക്കെ പോകുന്നത്? ഇത് ഇവിടെ ഉള്ള ഈ പുതിയ റംബുട്ടാൻ കണ്ടില്ലേ, അതിന് മുഴുവനും ഈ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ളതിനെല്ലാം. ഇത് എന്ത് ചെലവ് വന്നതാ? ഇല്ല, ഇത് ഗവൺമെന്റ് ഓഫ് കേരളയുടെയാണ്. അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യും. വിളമാറ്റം നടത്തണം. വിളമാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പുതിയ കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു പദ്ധതിയുണ്ട് കേരള സർക്കാർ. KM മാണി മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ഇത്. ഇതൊന്നും ആരും അറിയുന്നില്ല കേരളത്തിൽ ഇങ്ങനെ സംഭവം ആരും അറിയുന്നില്ല. ഇത് KM മാണി മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. റോഷി അഗസ്റ്റിൻ സാറാണ് ഇത് തിരുമാറാടി പഞ്ചായത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 250 ഏക്കർ സ്ഥലത്ത് ഈ പദ്ധതി ഇവിടെ പ്രാബല്യത്തിലുണ്ട്. അത് അടുത്ത ഗവൺമെന്റ് ഏതെങ്കിലും സോഴ്സ് വേണം, വെള്ളത്തിന്റെ സോഴ്സ്? അങ്ങനെ വെള്ളത്തിന്റെ സോഴ്സ് വേണം. അതായത് പഞ്ചായത്ത് കുളം മതി. പഞ്ചായത്ത് കുളം ബാക്കി ഫുൾ ഇറിഗേഷൻ പ്ലംബിംഗ് ഫുൾ ഫ്രീ ആണ്. 3 വർഷത്തേക്ക് അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അത് ശരി, ഫുൾ ഫ്രീ ആയിട്ട്. സെൻസർ ആണ് ഇത് മുകളിൽ. 1 രൂപ നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല. അത് കൊള്ളാം, അതൊരു പുതിയൊരു അറിവായിരുന്നു കേട്ടോ. അതിന്റെ പേര് പറയുന്നത് KM മാണി മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റ്. അത് ഓരോ പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ പഞ്ചായത്തുകളിൽ കുറേ പഞ്ചായത്തുകളിലുണ്ട്. ഇവിടെ ചേലക്കരയുണ്ട്, പിന്നെ കൃഷ്ണൻകുട്ടി സാറിന്റെ മണ്ഡലത്തിലുണ്ട്, പിന്നെ റോഷിയാസൻ സാറിന്റെ മണ്ഡലത്തിലുണ്ട്, കുറവലങ്ങാട് ഒരെണ്ണമുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു 3-5 ലക്ഷം രൂപ. ഇത് 6 കോടി രൂപയ്ക്ക് മുകളിൽ വരും ഈ പ്രോജക്റ്റ് ഈ പഞ്ചായത്തിൽ. എല്ലാം കൂടെ നമുക്കൊരു വ്യക്തിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നല്ലേ? വ്യക്തിക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര കാശാവും. അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുവാ ഗവൺമെന്റ്? ഫ്രീ ആയിട്ട് തരും. അങ്ങനെയുള്ള ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ആളുകൾ അറിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ കൃഷികളും പുതിയ വിളകളും പരിചയപ്പെടുത്തി ഇപ്പൊ ഈ റബ്ബറും മറ്റ് കൺവെൻഷണൽ ക്രോപ്സിലല്ല, ഇതിനകത്താണ് ഇതിന്റെ സാധ്യത. നിലത്തെ മോയ്സ്ചർ നോക്കി അതിന്റെ അടിസ്ഥാനമാക്കി വെള്ളം നമുക്ക്. അതെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ബാക്കിയുള്ളത് ജെയിൻ ഇറിഗേഷൻ ആണ് ചെയ്യുന്നത്. അതെ, ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനം ഇട്ട് ഏറ്റവും ഇതാണ്. അത് ഭയങ്കര സംഭവം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കാണുന്നില്ലേ, അതാണ് ഇതിന്റെ സിഗ്നൽ റിസീവ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു റിമോട്ട് കൺട്രോൾഡ് ഒരു വാൽവാണ്. അത് ഓട്ടോമാറ്റിക്. അത് അവർക്ക് ആ മൊബൈൽ ആപ്പിൽ കൂടി അത് ഓൺ ഓഫ് ചെയ്യാം. അതാണ് അതിനകത്ത്. നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇപ്പൊ ഇവരെ 3 വർഷക്കാലം അവർ തന്നെയാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവർ ഇതിനൊരു ബെനിഫിഷ്യറി കമ്മിറ്റി ഉണ്ട്. ആ ബെനിഫിഷ്യറി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഇത് നമുക്ക് കൃത്യസമയത്ത് ഇത് കിട്ടുന്നുണ്ടോ? കൃത്യമായിട്ട് വെള്ളം കിട്ടുന്നുണ്ടോ നമുക്ക്? പിന്നെ നമ്മളെപ്പോൾ പറഞ്ഞാലും ഇത് സംഭവം റെഡിയാ. വീക്കടെയാണ് ഈ വെള്ളം വരുന്നത്. ഇത് കണ്ടോ? ഇത് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും ഇതിനകത്തോടി. ഇത് വരുന്നത് 1.5 കിലോമീറ്റർ ദൂരെ. 1.5 കിലോമീറ്റർ ദൂരെ വരുന്നത്. ഇവിടെ 220 പേര്. 220 പേർക്ക് വില കിട്ടുന്നുണ്ടോ? ഇത്ര ഏക്കർ വേണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല. 10 ഏക്കർ ഉള്ളവരും കിട്ടും, 2 ഏക്കർ ഉള്ളവരും 1/2 ഏക്കർ ഉള്ളവരും കിട്ടും. ഇത് നമ്മൾ എല്ലാ പഞ്ചായത്തുകളും ഉണ്ട്. ഇതെങ്ങനെയാ? ഇതെന്നാന്നറിയോ, ഈ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടും പഞ്ചായത്ത് മുഖാന്തരം അല്ലെങ്കിൽ ഗ്രാമസഭ മുഖാന്തരം നമ്മൾ അറിഞ്ഞിരിക്കണം. കറക്റ്റ് സമയത്ത് നമ്മുടെ റിക്വയർമെൻറ്റ് പറയണം ഗ്രാമസഭകളിൽ. അപ്പോൾ ഈ പഞ്ചായത്ത് മുഖാന്തരം അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് ഇത് നമ്മുടെ പഞ്ചായത്തിൽ ഇത് ആവശ്യമുണ്ടെന്ന് പറയണം. ആ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പോകണം. ഇതിപ്പോ കൃത്യമായിട്ട് ഗ്രാമസഭയിൽ ആരും പോവുകയില്ല. ഗ്രാമസഭയിൽ മെമ്പർ സമയത്ത് ആ കമ്മ്യൂണിക്കേഷൻ പോവുകയില്ല. പദ്ധതികൾ അനൗൺസ് ചെയ്യും, എവിടെയെങ്കിലും ഒക്കെ പോകും. അല്ലെങ്കിൽ ഉണ്ടോ കേരളത്തിലാ പല സ്ഥലത്തും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ കാലത്ത് നടപടി ആയത് ഇങ്ങനെയുള്ള ചില പഞ്ചായത്തുകളിൽ. ആനുകൂല്യങ്ങൾ ഒത്തിരി ഉണ്ടെന്ന്. കൃഷിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് ഒന്നും ആൾക്കാർ അറിയുന്നില്ല. അത് അത്ര പോകണില്ല. അപ്പൊ ആകെപ്പാടെ അവർ ഈ കൃഷിഭവനിൽ പോയിട്ട് 4 കൃഷിഭവനിൽ പോയാൽ അവര് പറഞ്ഞു തരും. അവർക്കറിയത്തില്ല. അതാണ് ചോദിക്കുന്നത്. അപ്പൊ അവരറിഞ്ഞിരിക്കേണ്ടതല്ല ഇത്. അത് അവരറിയുന്നില്ല. അവരോട് ചോദിച്ചാൽ അങ്ങനെ സംഭവം എഴുതി വെച്ചിട്ട് പോകും. അടുത്ത ആഴ്ച വരും പറ. അങ്ങനെ കൃഷിഭവനുകളുടെ കാര്യത്തിലേ വേറെ ഒന്നുമില്ല. കൃഷിഭവനുകൾ
പഴയ സിസ്റ്റത്തിലാണ് പോകുന്നത്. അതായത് പഴയ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന പുതിയ കൃഷികളെക്കുറിച്ചോ അല്ലെങ്കിൽ കൃഷി വ്യാപനം അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊന്നും അവർ ബോധേടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലറിക്കൽ വർക്കാണ് നടത്തുന്നത്. കുറച്ച് വളം കൊടുക്കണോ, കുറച്ച് കൊടുക്കണോ, അങ്ങനെ നടത്തുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, ഈ മണ്ണിൻ്റെ pH എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 6-നും 6:30 ഇടയ്ക്കാണ് ഞാൻ നിർത്തുന്നത്. ഇത് നമ്മൾ ഈ മണ്ണ് പരിശോധിക്കാൻ അവരുടെ അടുത്ത് കൊണ്ട് കൊടുത്താലേ അത് 6 മാസം കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് നമുക്ക് ഇൻസ്റ്റന്റ് കിട്ടുന്ന സംവിധാനമുണ്ട്. അതിനുള്ള സംവിധാനം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. ഈ മണ്ണിന്റെ മോയ്സ്ചർ നമുക്കറിയാം, ഈ മണ്ണിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ പച്ചപ്പ് വരുന്നത്. നേരെ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് റെഡ് ലേഡി പപ്പായ. 1 കിലോ റെഡ് ലേഡിയുടെ വില 40 രൂപയാണ്. അത് കണ്ടിന്യൂസ് നിൽക്കുക വർഷം മുഴുവനും. ഈസി മാർക്കറ്റബിളാണ്. ഒരു ചെടിയിൽ ഏറ്റവും ചുരുങ്ങിയത് 50 കിലോ പപ്പായ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഒരു ഇയറിൽ. 2.5 വർഷം ആയുസുണ്ട്. ഈ കൃഷി നല്ല ശാസ്ത്രീയമായിട്ട് ചെയ്താൽ പോരെ. ഇതിനൊരു മാർക്കറ്റ് ഉണ്ട്. എൻ്റെ ഇഷ്ടത്തിന് കൃഷി ചെയ്യരുത്. വാട്ട് ദി മാർക്കറ്റ് ഡിമാൻഡ്സ് അത് കൃഷി ചെയ്യണം. കൃഷിയിൽ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ അത് കൃഷിഭവൻകാർ ആദ്യം ചെയ്യണം. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള വിത്തും കാര്യങ്ങളും, അതിനുള്ള പുതിയ ഇപ്പൊ റെഡ് ലേഡി വിത്ത് കിട്ടണില്ല. റെഡ് കിങ് എന്ന് പറഞ്ഞ പുതിയ വിത്ത് വന്നു. കൃഷിഭവൻ അറിഞ്ഞിട്ടില്ല. റെഡ് ലേഡി എന്ന് പറയുന്ന ഈ വെറൈറ്റിയുടെ വിത്ത് ഇപ്പം കിട്ടുന്നില്ല. ഇപ്പൊ റെഡ് കിങ് ആ കിട്ടുന്നത്. അതിന്റെ തൈ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം PSC അപ്പോയിന്റ്മെന്റിൽ ഇവർ സേഫായി ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് ആവശ്യത്തിനെല്ലാം കിട്ടുന്നു. അവർ ഹാപ്പിയാണ്. പക്ഷെ കർഷകന് എല്ലാ അവനവനിസത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എനിക്കെന്ത് കിട്ടുന്നു എന്നുള്ളതിൽ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും എനിക്കെന്ത് കിട്ടുന്നു എന്ന് എല്ലാവരും ചിന്തിക്കും. അപ്പം അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. സിസ്റ്റത്തിന്റെ ഭാഗം എല്ലാ മേഖലയിലും എന്നാന്നറിയാം ഏറ്റവും വലിയ മാർക്കറ്റ് ഉണ്ട്. അത് അറിവ്. നോളജ് ഈസ് ദി സെല്ലിംഗ് പോയിന്റ്. ഞാൻ എത്ര വലിയ കുപ്പായ ഏറ്റവും നല്ല അങ്ങനെ ഒന്നും എൻ്റെ സാമ്പത്തികം ഒന്നും വെച്ച് ആരും എന്നെ താല്പര്യപ്പെടില്ല. എനിക്ക് അറിവുണ്ടാകുക, നോളജാണ് ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ്. അത് ആ കാലഘട്ടം ഇത് അറിവിൻ്റെ ഒരു ലോകം. അതുകൊണ്ടാണല്ലോ ബിടെക് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസും കഴിഞ്ഞവന് ഒന്നും കിട്ടാതിരിക്കുമ്പം 8ാം ക്ലാസ്സിൽ പഠിച്ചവൻ നല്ലതുപോലെ ഇൻസ്റ്റയിൽ സംഭവം അടിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അവൻ 3 ലക്ഷം രൂപ മുതൽ മേലോട്ട് സമ്പാദിക്കുന്ന ഇഷ്ടംമാതിരി ആളുകളുണ്ട്, നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അപ്പം അത് അറിവിന്റെ ഒരു ഭാഗമാണ്, വിദ്യാഭ്യാസം അല്ലാതെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഏത് മേഖലയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നു, അത് കാർഷിക മേഖലയിലാകുമ്പോൾ അതിനെക്കുറിച്ച് നല്ല അറിവ് വേണം, നല്ല അറിവ് നേടണം. അത് തേഴ്സ്റ്റ് ഫോർ നോളജ് അത് നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ എന്നാ ഇങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടും. മനസ്സിലായി? അല്ലാതെ ഇത് എൻ്റെ ഒരു കഴിവ് കൊണ്ടൊന്നും അല്ല. അത് നമ്മൾ ആ അറിവ് അങ്ങനെ നമ്മൾ നേടിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസം പഠിച്ചോണ്ടിരിക്കണം. പുതിയ സംഭവം എന്നാ അറിയാം. അന്നേരം നമുക്ക് ഈ പദ്ധതി കിട്ടും. അത്രേ ഉള്ളൂ. പുതിയതായിട്ട് കൃഷിയിലോട്ട് ഇറങ്ങി വരുന്ന യുവാക്കളോട്, ആൾക്കാരോട് ചേട്ടന് പറയാനുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? ഞാൻ അന്നും ഇന്നും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. എൻ്റെ മോനടക്കമുള്ളവർ കൃഷിയിലേക്ക് താല്പര്യപ്പെട്ടു വരിക. IT പ്രൊഫഷണലാണ്. പുള്ളി എന്താ ചെയ്തോണ്ടിരുന്നത്? IT പ്രൊഫഷണലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവനെവിടെയും പോകുന്നില്ല, അവനിവിടെ ഉണ്ട്. കാരണം ഇന്നിപ്പോ സ്ഥലത്തില്ലെന്നേ ഉള്ളൂ. ഈ കൃഷിയും കാര്യങ്ങളുമായിട്ട്, കാരണം അവനറിയാം ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻകവും എക്സ്പോഷറും. 2 കാര്യമുണ്ട്. ഇൻകം ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, പിന്നെ ഫ്രീഡം. എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അവിടെ കിടന്ന് ഉറങ്ങും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിനുള്ള ഫുഡ്, എൻ്റെ ഇഷ്ടത്തിനുള്ള ഇത് ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. എനിക്ക് ഇൻകം ടാക്സ് ആരെ പേടിക്കണ്ട. അറിയാമല്ലോ, കൃഷിയിൽ മാത്രം ഇൻകം ടാക്സിന് ഒരു ഹെഡില്ല. അഗ്രികൾച്ചർ ഇൻകം 1 കോടി രൂപ വന്നാൽ പോലും ഇൻകം ടാക്സ് തരില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം മെച്ചമുണ്ട്. അപ്പോൾ ഇൻകം ടാക്സിന്റെ പ്രശ്നമില്ല. നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് ആസ്വദിച്ച് ജീവിക്കാം പറ്റുന്ന മേഖലയാണ് കൃഷി. അപ്പൊ മകന്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടും നിലപാടും? അവനൊക്കെ കൃഷിയിൽ വളരെ താല്പര്യമില്ല. അവരെല്ലാം ജോലി വിട്ടിട്ട് ഇതിലേക്ക് തന്നെ ഫുൾ ടൈം ഇറങ്ങാൻ വേണ്ടി. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഇനി അവർക്കൊന്നും ചെയ്യണ്ടല്ലോ. വിൽക്കുന്ന കാര്യമൊക്കെ അവർക്ക് അറിയാം. അപ്പൊ അവര് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടും. ഈ ലെവൽ ഓഫ് കംഫർട്ട് ഇതിനകത്ത് ആസ്വദിച്ച് അവർ ജീവിക്കുന്നത് ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. ഈവൻ എൻ്റെ മകന്റെ വൈഫ് ഡെന്റിസ്റ്റ് ആണ്, ഓൺ ഡെന്റൽ ക്ലിനിക്കാ. അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കൃഷി. ഡോക്ടറിന് കിട്ടുന്നേക്കാൾ കൂടുതൽ എത്രയോ ഡോക്ടർമാർ പ്രൊഫഷണലിനെ മാറ്റി പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ആ ഡോക്ടർമാർ അവർ ചെയ്യുന്ന അവർ സ്ഥലങ്ങൾ എടുത്ത് അവരൊരു കൃഷി ഇതിനകത്ത് എൻഗേജ്മെന്റാ വലിയ തോതിലുള്ള. ഡോക്ടർ ജോണി കണ്ണമ്പിള്ളി, ഡയബറ്റോളജിസ്റ്റ് ലേക്ക് ഷോറിലെ,
ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. നല്ലപോലെ റംബുട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് ഈ അവരുടെ ടെൻഷൻ ഫ്രീ ആക്കാൻ ഇതിൽ പരം ഒരു പരിപാടി കൃഷി അതിനകത്ത് അവർ ഫുള്ളി എൻഗേജ്ഡ്. ഫുൾ ടൈം നമ്മളിങ്ങനെ ജോലി ഇതിനകത്ത് ഒരു ടെൻഷനും ഇല്ലെന്നേ. ചെടി നമ്മളെ വഴക്കൊന്നും പറയല്ല. ഇത് ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയെന്നർത്ഥം ഒരു പ്രശ്നമില്ല. പശുവിനെ വളർത്തി കഴിഞ്ഞാൽ കാറും നിലവിളി ഉണ്ടാക്കും. ഇതത് ചെയ്യില്ല. അപ്പോൾ കൃഷിക്ക് ചില ഒരു കംഫർട്ട് ലെവലുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രാഫ് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവൻ അത് ഇച്ചിരി പാടാണ്. പതുക്കെ ഗ്രാജുവലി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഈ മനുഷ്യന് 150 വയസ്സൊന്നും ആയുസില്ലല്ലോ. 60, 65, 70 വയസ്സ് അങ്ങ് പോകുമ്പോൾ അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യാനും ശ്രമിക്കണം അല്ലേ? അതെ, കൃത്യമായി പഠിച്ച് എന്താണ് കാർഷിക രംഗത്ത് നടക്കുന്ന മാറ്റങ്ങൾ എന്ന് മനസ്സിലാക്കി പരമാവധി എല്ലാ ഗവൺമെന്റുകളും തരുന്ന ആനുകൂല്യങ്ങളും കൈപ്പറ്റി കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ കൃഷി ഒരു സൈഡായിട്ട് ഇനി ചെയ്യരുത്. സൈഡായിട്ട് ചെയ്യരുത് മെയിൻ ആക്കണം. കൃഷി ചെയ്യുന്ന 2 ഏക്കർ ഉള്ളെങ്കിൽ 2 ഏക്കർ മെയിൻ ആയിട്ട് ചെയ്യണം. എന്തെങ്കിലും വരുമാനം കിട്ടും. സൈഡ് പറ്റില്ല. എന്നാൽ നല്ലൊരു വരുമാനമാണ്. എന്നാൽ ഈ പറഞ്ഞ ഇതിലേക്ക് വരും. ഈ $1000 എന്ന് പറയുന്ന ലോകത്ത് എവിടെ ജീവിക്കണമെങ്കിലും അതേ ചിലവ് വരും. അതിന്റെ അടുത്തേക്ക് ഇവിടുത്തെ കൃഷി കൊണ്ട് തന്നെ വരും. അത് കേരളത്തിൽ മാത്രമേ പറ്റുള്ളൂ. കേരളത്തിലെ കാലാവസ്ഥയ്ക്കും മണ്ണിനും പറ്റിയ കൃഷികൾ അങ്ങനത്തെ ഉണ്ടെന്നേ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പണ്ട് ഈ റബ്ബർ വെച്ച് അങ്ങനെ പഠിച്ചു ആ ഒരു ശീലം കൊണ്ടാണോ ഇതിങ്ങനെ നമ്മൾ കൃഷി പഠിച്ചു പോയത്? കേരളത്തിലെ ഈ കേരളത്തിൽ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലാണ് റബ്ബർ കൃഷി ഫ്ലറിഷ് ചെയ്യുന്നത്. കാരണം അവിടെയാണ് ടാപ്പർമാരെ കിട്ടുന്നത്. കേരളത്തിൽ ദാരിദ്ര്യം എന്ന് നീങ്ങിയാൽ അന്ന് റബ്ബർ കൃഷി ഉണ്ടായി. അതാണ് പ്രശ്നം. കേരളം ശരിക്കും ദാരിദ്ര്യ വിമുക്തം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോഴാണ് റബ്ബർ വെട്ടാൻ ആളില്ലാതായി. അതോടുകൂടി ഈ പരിപാടി തീർന്നു. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞാൽ ഇനിയിപ്പോൾ ആകെപ്പാടെ ഇവരുടെ എല്ലാവരും പ്രതീക്ഷ തന്നെ റബ്ബർ തടിക്ക് വില ഉണ്ടെന്നുള്ളത്. അത് ദീർഘകാലം നിൽക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പ്ലൈവുഡിന് പകരക്കാരൻ MDF കയറി വരുന്നുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ മരം മുറിക്കാനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഈ റബ്ബർ തടിയുടെ ഒന്നും വില പോയി കൂടാഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് മാറ്റങ്ങൾ അപ്പോൾ എന്താണ് ദി മാർക്കറ്റ് ഡിമാൻഡ്സ് അത് കൃഷി ചെയ്യുന്നേ. ഇപ്പൊ രാവിലെ നമുക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ് അല്ലേ ഇപ്പൊ നമ്മൾ കഴിച്ചേ? അത് അപ്പൊ അതിനൊരു ഡിമാൻഡ് ഇല്ലേ? തീർച്ചയായും. അപ്പം അത് കൃഷി ചെയ്യാമല്ലോ. കാർഷിക ഭൂമിക്ക് കൃഷി ചെയ്യാവുന്ന ഭൂമിക്ക് ഒരു വില കൂടുതലുണ്ടാവും. അത് താമസിയാതെ സംഭവിക്കും. കൃഷി ചെയ്യാവുന്ന കാർഷിക ഭൂമി, കൃഷി ചെയ്യാവുന്ന ഭൂമി, കാരണം കൃഷിക്ക് ആളിറങ്ങുമ്പോൾ കൃഷി ചെയ്യാവുന്ന ഭൂമിക്ക് വില കൂടും. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കന്നാര കൃഷിക്കാർക്ക് എന്ത് പാട്ടത്തിന് ചെയ്ത് നല്ല റിച്ച് ആയിക്കൊണ്ടിരിക്കുക ആള്. അപ്പം കൃഷി ചെയ്യാവുന്ന ഭൂമിക്ക് ഒരു വില വർധനവ് വരും. കാർഷിക ഭൂമിക്ക് ഇപ്പൊ ഉള്ളതിൽ നിന്ന് ആരും ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് തിരിച്ചു വരുന്നത്. ഇതെല്ലാം സൈക്ലിക്കലാ. ഇങ്ങനെ അങ്ങ് ഇപ്പൊ നെല്ലെല്ലാരും കൂടെ അങ്ങ് വീഴിച്ചു. അത് കഴിഞ്ഞ് അപ്പൊ അടുത്ത വിള കിട്ടി. നെല്ല് മാറിയെങ്കിലും അടുത്ത വിളയാ വന്നു എന്ന് പറഞ്ഞാൽ വിളകൾ മാറി വരും. അനുകൂലമായ വിളകളിലേക്ക് ആളുകൾ വരും. ആ ചോയ്സ് ഉണ്ട്, അതിലേക്ക് വരും. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പുതിയ സർക്കാർ ഏത് തന്നെയാണെങ്കിലും അധികാരത്തിൽ വന്നേ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഈ കാർഷിക രംഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് കൃഷി വകുപ്പിന് ചില ഇൻവോൾവ്മെൻറ്റ് കൂടി അതിനെ മറികടക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കൃഷിയല്ല വേണ്ടത്. എനിക്ക് താല്പര്യം ഏത്തവാഴ കൃഷി, അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഞാലിപ്പൂവൻ വാഴ കൃഷിയാണെന്ന് പറയുന്നതിലുപരി മാർക്കറ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ ആ കൃഷിയിലേക്ക് കർഷകൻ തിരിയണം. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃഷി വകുപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷിഭവനും കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന്. രണ്ടാമത്, ലോകത്താകമാനം ഡിജിറ്റൽ വിപ്ലവം നടക്കുക. അപ്പോൾ കാർഷിക വിപണന രംഗത്തും ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനം ഇവിടെ കൊണ്ടുവരണം. അതായത് ഞാൻ കൂത്താട്ടുകുളത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം ലോകത്ത് എവിടെ വേണമെങ്കിലും ഷോക്കേസ് ചെയ്യാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വരത്തക്ക രീതിയിൽ കൃഷി വകുപ്പിനെ മാറ്റിയെടുക്കണം. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ വിപണന സാധ്യത ആ രീതിയിൽ വർദ്ധിപ്പിക്കണം. രണ്ടാമത്, കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പല പദ്ധതികളും എനിക്ക് തന്നെ അറിയാം ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇപ്പം തന്നെ ഈ മൈക്രോ ഇറിഗേഷൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം ഇതറിയാൻ പാകത്തിന് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർട്ടൽ തന്നെ വേണം. അങ്ങനെ ഏറ്റവും പുതിയ പദ്ധതികൾ വരുമ്പോൾ കർഷകനിലേക്ക് അത് നേരിട്ടെത്താവുന്ന രീതിയിലുള്ള സംവിധാനം വരണം. ഇപ്പോൾ ചില ആപ്പൊക്കെ വന്നിട്ടുണ്ട്, കൃഷി ആപ്പൊക്കെ അടക്കമുള്ളത്. അത് കുറച്ചുകൂടി ജനകീയവൽക്കരിക്കപ്പെടണം, എന്നെങ്കിലേ ജനങ്ങളിലേക്ക് എത്തുള്ളൂ. ആ ഒരു സംവിധാനത്തിലേക്ക് കൃഷി വകുപ്പ് മാറിയാൽ കേരളത്തിലെ കൃഷിയുടെ ഭാവി ശോഭനമാണ്. കാലാവസ്ഥാ വ്യതിയാനം വന്നത്, അനുകൂലമായ വിളകളുണ്ട്, വിപണന സാധ്യതകളുണ്ട്. ഇതിനെല്ലാം കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് കൃഷി വകുപ്പ് മൊത്തം ഒന്ന് ഉടച്ചു വാർക്കപ്പെട്ടാൽ കൃഷി ഒരു വലിയ ആദായകരമായ
തൊഴിൽ സാധ്യതയുള്ള കേരളത്തിലെ യുവജനങ്ങൾക്ക് ഏറ്റവും പറ്റിയ മേഖലയായി മാറും.